ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രിക്റ്റ് ലയബിലിറ്റി അണ്ടർ ലോ ഓഫ് ടോർട്ട് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. 1868 റയലൻസ് വേഴ്സസ് ഫ്ലക്ചർ എന്നുള്ള കേസിലൂടെയാണ് ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വ്യക്തി അയാളുടെ പരിസരത്ത് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം സ്റ്റോർ ചെയ്ത് വെക്കുകയും ആൻഡ് ലേറ്റർ ഓൺ ആ സാധനം അയാളുടെ ആ പ്രിമൈസസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്, അതായത് ചോർന്നു പോവുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലത്ത് നിന്ന് അത് ചോർന്നു പോയിട്ട് വേറെ തരത്തിലുള്ള എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ നാശനഷ്ടത്തിന് ഈ ഒരു പേഴ്സൺ ലയബിൾ ആവും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരാൾ അയാൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള, അതായത് അയാളുടെ പ്രൊമൈസസിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെടിമരുന്ന്, കരിമരുന്ന്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണം. ആൻഡ് ലേറ്റർ ഓൺ ആ സാധനം ആ പ്രിമൈസസിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അതായത് ചിലപ്പോൾ അത് അവിടെ നിന്ന് ചിലപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെച്ച കണ്ടെയ്നർ പൊട്ടിയിട്ട് അത് വേറൊരു സ്ഥലത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ പറയാം. സോ അങ്ങനെ അത് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. ആൻഡ് അത് എസ്കേപ്പ് ചെയ്ത് പോയിട്ട് വല്ല ഡാമേജസും, അതായത് വേറെ വല്ല നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നാശനഷ്ടത്തിന് ഈ അപകടകരമായിട്ടുള്ള ഈ സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വ്യക്തി ലയബിൾ ആവും എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റയലൻസ് വേഴ്സസ് ഫ്ലക്ചർ എന്നുള്ള കേസിലൂടെയാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി നിലവിൽ വന്നിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത്. സോ നമുക്ക് ആ കേസ് ലോന്റെ ഫാക്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, എഫ് എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ലാൻഡിൽ അയാൾ ഒരു മില്ല് പണിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ആ മില്ല് റൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ ഒരു ജലസംഭരണി കൂടെയും കൺസ്ട്രക്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഡ്യൂ ടു ആൻ ആക്സിഡന്റ്, അതായത് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന അപകടമാണ്. സോ അങ്ങനെ ഒരു ആക്സിഡന്റ് മൂലം ഈ വാട്ടർ റിസർവോയർ തകരുകയും അതിലെ വെള്ളം മൊത്തം പ്രളയത്തിന്റെ ഫോഴ്സ് പോലെ, അതായത് അത്രയും ഫോഴ്സിൽ അയാളുടെ ലാൻഡിന്റെ, അതായത് ഈ എഫ് എന്നുള്ള വ്യക്തിയുടെ ലാൻഡിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആർ എന്നുള്ള വ്യക്തിയുടെ കൽക്കരി ഖനിയിലോട്ട് എത്തിപ്പെടുകയായിരുന്നു. ആൻഡ് അങ്ങനെ വന്നതോട് കൂടിയിട്ട് ഈ ആർ എന്നുള്ള ഈ വെള്ളമൊക്കെ പാടെ ആറിന്റെ കോൾ മൈൻസിലോട്ട് വന്ന സമയത്ത് ആ കോൾ മൈനൊക്കെ നശിക്കുകയുണ്ടായി. സോ ഈ ഒരു സന്ദർഭത്തിൽ ആർ എന്നുള്ള വ്യക്തി എഫിനെതിരായിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എഫ് എന്നുള്ള വ്യക്തി അയാളുടെ സ്വന്തം റിസ്കിന്റെ മുകളിലാണ് അയാളുടെ ലാൻഡിൽ അയാൾ അങ്ങനെ ഒരു ജലസംഭരണി ബിൽഡ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. So if any accident happens, then the defendant will be liable for the accident. So എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടായാൽ തന്നെ ആ ആക്സിഡന്റിനൊക്കെ ഈ എഫ് എന്നുള്ള വ്യക്തി ലയബിൾ തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് ഈ ഒരു നാശനഷ്ടം ആറിന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ എഫ് ആ നാശനഷ്ടത്തിനൊക്കെ ലയബിൾ ആണ് എന്നാണ് കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കേസിലൂടെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ നിലവിൽ വന്നിട്ട് ഉണ്ടായിരുന്നത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, വേണ്ട വിധത്തിലുള്ള എല്ലാ കെയറും പ്രിക്കോഷൻസും ഒക്കെ എടുത്തിട്ട് ഒരു വ്യക്തി അയാളുടെ ലാൻഡിൽ ഒരു ഡേഞ്ചറസ് സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യുകയാണ്. ആൻഡ് ആ സബ്സ്റ്റൻസ് എസ്കേപ്പ് ചെയ്തത് വഴി വേറൊരു അപകടം ജനറേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ അപകടത്തിന് ഈ വ്യക്തി ലയബിൾ ആണ് എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഈവൻ ദോ അയാൾ നെഗ്ലിജന്റ് ആയിട്ടല്ല ആക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അയാൾ ഇവിടെ ആ അപകടത്തിന് ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അയാൾ നെഗ്ലിജന്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഫാക്ടർ, നേരെ മറിച്ച് അയാൾ സൂക്ഷിച്ച സാധനം അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ആ സാധനം സൂക്ഷിച്ചു വെക്കുന്നത്. സോ അതിന്റെ പേരിലാണ് ഈ അപകടം എന്നുള്ള ലയബിലിറ്റി അയാളുടെ മുകളിൽ ചുമത്തപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ
Based on this judicial pronouncement, the concept of strict liability came into being. There are some essential conditions which should be fulfilled to categorize the liability under the head of strict liability. So ഈ ഒരു judicial pronouncement ഈ ഒരു വിധിയുടെ മുകളിലാണ് ഈ strict liability എന്നുള്ള പ്രിൻസിപ്പിൾ നിലവിൽ വന്നിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി ആയിട്ട് ഒരു ലയബിലിറ്റിയെ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇനി നമുക്ക് എസെൻഷ്യൽസ് ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി നോക്കാം. ആദ്യമായിട്ട് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, അതായത് ഈ ഡിഫൻഡന്റിനെ നമുക്ക് സ്ട്രിക്ട്ലി ലയബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ സ്ഥലത്ത് അയാൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു സാധനത്തിനെ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് എസ്കേപ്പ് ചെയ്താൽ അതിന് മാത്രം വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ആ സാധനത്തിന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെടിമരുന്ന്, കരിമരുന്ന് ഇതൊക്കെയാണ് ഒരു വ്യക്തി സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അതൊരു ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആണ് എന്നുള്ളത്. കാരണം അത് അഥവാ എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദുരന്തം ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു സാധനം തന്നെയാണ്. സോ നമുക്കൊരു ഈ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ഈ ഡേഞ്ചറസ് സബ്സ്റ്റൻസസിന് ഒരു എക്സാമ്പിൾ ആണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കാം. സോ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനം ഡേഞ്ചറസ് ക്യാരക്ടറുള്ള ഒന്ന് ആയിരിക്കണം. രണ്ടാമതായിട്ട് എസ്കേപ്പ്. One more essential condition to make the defendant strictly liable is that the material should escape from the premises and shouldn't be within the reach of the defendant after its escape. അതായത് രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം, അതായത് ഈ ഡിഫൻഡന്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് അവിടെ നിന്ന് അത് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചോർന്നു പോയിട്ട് ഉണ്ടായിരിക്കണം. ആൻഡ് ഈ ഒരു സംഭവത്തിനെ, അതായത് ഈ ചോർച്ചയെ അതല്ലെങ്കിൽ ഈ എസ്കേപ്പിനെ നമ്മുടെ ഡിഫൻഡന്റിന് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കരുത്. അതായത് ആഫ്റ്റർ അത് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻഡന്റിന്റെ കയ്യിൽ ആയിരിക്കരുത്. ഒരു കേസിലോ നോക്കാം, റീഡ്സ് വേഴ്സസ് ലയൺസ് ആൻഡ് കമ്പനി. It was held that if there is no escape, the defendant cannot be held liable. അതായത് ഇപ്പോൾ ആ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആ പ്രിമൈസസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിഫൻഡന്റിനെ നമുക്ക് സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഡേഞ്ചറസ് സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്തു എന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുകളിൽ നമുക്ക് സ്ട്രിക്റ്റ് ലയബിലിറ്റി ചുമത്താൻ പറ്റില്ല. ബട്ട് അത് എസ്കേപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് അയാളെ ലയബിൾ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ കേസിൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് ആണ്. അതായത് നമ്മുടെ ഡിഫൻഡന്റിനെ സ്ട്രിക്ട്ലി ലയബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റ് അയാളുടെ പ്രിമൈസസ് അസ്വാഭാവികമായിട്ടുള്ള രീതിയിലായിരിക്കണം ഉപയോഗിച്ചിട്ട് ഉണ്ടായിരിക്കേണ്ടത്. അതായത് നമ്മുടെ റയലൻ വേഴ്സസ് ഫ്ലക്ചർ എന്നുള്ള കേസിൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ പർപ്പസ് ആണ്. പക്ഷെ മില്ല് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോൺ നാച്ചുറൽ പർപ്പസ് ആണ് എന്നുള്ളത്. സോച്ചാക്കി വേഴ്സസ് സാസ് എന്നുള്ളൊരു കേസ് ലോ ഉണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ലാൻഡിൽ നമ്മൾ ഫയർ പ്ലേസ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ യൂസ് ആണ്. അതായത് ഒരു നാച്ചുറൽ യൂസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ആ ഫയർ പ്ലേസസിൽ നിന്ന് എന്തെങ്കിലും തീയെ എസ്കേപ്പ് ചെയ്ത് പോവുകയും ആൻഡ് അതുവഴി നമ്മുടെ പ്ലെയിൻറ്റിഫിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻഡന്റിനെ നമുക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫൻഡന്റ് അവരുടെ ലാൻഡിനെ നാച്ചുറലി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫൻഡൻസിനെ ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ഡിഫൻഡന്റിന്റെ മുകളിൽ സ്ട്രിക്റ്റ് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യമായിട്ട് പ്ലെയിൻറ്റിഫ്സ് ഫോൾട്ട്. നമ്മുടെ പ്ലെയിൻറ്റിഫ് തന്നെ റോങ് ഡൂവർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിഫൻഡന്റിന്റെ മുകളിൽ സ്ട്രിക്റ്റ് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്ലെയിൻറ്റിഫ് ഇങ്ങോട്ട് വന്ന് ഡിഫൻഡന്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേഞ്ചറസ്
അല്ലെങ്കിൽ ഹസാർഡസ് സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണ് ആൻഡ് അതുമൂലം നമ്മുടെ പ്ലെയിൻറ്റിഫിന് എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിഫൻഡന്റിനെ സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്ലെയിൻറ്റിഫിന്റെ ആക്ട് മൂലം അയാൾക്ക് വല്ല നാശനഷ്ടവും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തിന് നമ്മുടെ ഡിഫൻഡന്റിനെ സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പോണ്ടിങ് വേഴ്സസ് നോക്സ് എന്നുള്ള കേസിലോ നോക്കാം. ഇവിടെ നമ്മുടെ പ്ലെയിൻറ്റിഫിന്റെ ഹോഴ്സ് നമ്മുടെ ഡിഫൻഡന്റിന്റെ പ്രോപ്പർട്ടിയിലോട്ട് എൻ്റർ ചെയ്യുകയാണ് ആൻഡ് അങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഡിഫൻഡന്റിന്റെ പ്രോപ്പർട്ടിയിലുള്ള കുറച്ച് വിഷച്ചെടി ആ കുതിര കഴിച്ചു ആൻഡ് അങ്ങനെ ആ കുതിര മരണപ്പെടുകയാണ്. ഇവിടെ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോങ്ഫുൾ ഇൻട്രൂഷൻ ആണ് നടന്നിട്ടുള്ളത്. അതായത് കുതിര തനിയെ സ്വമേധയാൽ ഇയാളുടെ പെർമിഷൻ ഇല്ലാണ്ടാണ് നമ്മുടെ ഡിഫൻഡന്റിന്റെ ലാൻഡിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡിഫൻഡന്റിനെ ഈ ഒരു പ്ലെയിൻറ്റിഫിനുണ്ടായ ഈ ഒരു നഷ്ടത്തിന്റെ മുകളിൽ സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ആക്ട് ഓഫ് ഗോഡ്. ആക്ട് ഓഫ് ഗോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിനെയാണ് നമ്മൾ ഈ ആക്ട് ഓഫ് ഗോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യനിർമ്മിതമല്ലാത്ത അപകടത്തിനൊക്കെയാണ് നമ്മൾ ഈ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന ഒരു സന്ദർഭം മൂലം നമ്മുടെ പ്ലെയിൻറ്റിഫിന് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റിനെ മുകളിൽ നമുക്ക് സ്ട്രിക്റ്റ് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ആക്ട് ഓഫ് ഗോഡ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിലോട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാത്തത്. ആ വീഡിയോന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അടുത്ത കണ്ടീഷൻ അല്ലെങ്കിൽ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് ആക്ട് ഓഫ് ദ തേർഡ് പാർട്ടിയാണ്. അതായത് ഒരു തേർഡ് പാർട്ടിയുടെ ആക്ട് മൂലമാണ് നമ്മുടെ പ്ലെയിൻറ്റിഫിന് എന്തെങ്കിലും അപകടം വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിന് ഡിഫൻഡന്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഡിഫൻഡന്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കണം. അതായത് ഡിഫൻഡന്റിന്റെ സെർവന്റോ അതല്ലെങ്കിൽ അയാളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കോൺട്രാക്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതായത് ഡിഫൻഡന്റുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും കീപ്പ് ചെയ്യാത്ത ഒരു വ്യക്തി മൂലം നമ്മുടെ പ്ലെയിൻറ്റിഫിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡാമേജ് അല്ലെങ്കിൽ ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോസിന്റെ പുറത്ത് നമ്മുടെ ഡിഫൻഡന്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആക്ട് മൂലം നമ്മുടെ പ്ലെയിൻറ്റിഫിന് സംഭവിച്ചിട്ടുള്ള ലോസിന്റെ പുറത്ത് നമ്മുടെ ഡിഫൻഡന്റിനെ സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. But where the act of the third party can be foreseen and the defendant must take due care. So, പക്ഷേ നമ്മുടെ ഈ ഡിഫൻഡന്റിന് ഈ തേർഡ് പാർട്ടിയുടെ ആക്ട് മുൻകൂട്ടി കാണാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റ് തീർച്ചയായിട്ടും ആ ഒരു ആക്ട് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ നമ്മുടെ ഡിഫൻഡന്റ് ഈ ഒരു ലോസിന് റെസ്പോൺസിബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബോക്സ് വേഴ്സസ് ജുബ് എന്നുള്ളൊരു കേസ് ലോ ഉണ്ട്. Where the reservoir of the defendant overflowed because a third party emptied his drain through the defendant's reservoir, the court held that the defendant wouldn't be liable. അതായത് ഡിഫൻഡന്റിന്റെ ഒരു വെള്ളസംഭരണി ഉണ്ടായിരുന്നു. ആ വെള്ളസംഭരണി ഓവർഫ്ലോ, അതായത് വെള്ളം കവിഞ്ഞൊഴുകുകയാണ്. അതായത് ആ റിസർവോയറിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് വല്ലാത്ത രീതിയിൽ, അതായത് ഭയങ്കര ഫോഴ്സിലൂടെ ഒഴുകി പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമതൊരാള് ഏതോ ഒരു പേഴ്സൺ വന്നിട്ട് ആ ജലസംഭരണി തുറന്നു വിട്ടു. അതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് ആ വെള്ളം ഓവർഫ്ലോ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും രീതിയിൽ നാശനഷ്ടം ഉണ്ടായിച്ചാൽ ഡിഫൻഡന്റിനെ ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ തേർഡ് പാർട്ടിയുടെ ആക്ട് മൂലമാണ് ആ ഒരു ലോസസ് സംഭവിച്ചിട്ട് ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് കൺസെന്റ് ഓഫ് ദ പ്ലെയിൻറ്റിഫ്, അതായത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടൊക്കെ. അതായത് നമ്മുടെ പ്ലെയിൻറ്റിഫ് ഒരു ലോസ് സഫർ ചെയ്യാൻ കൺസെന്റ് മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ലേറ്റർ ഓൺ അയാൾക്ക് ലോസ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഡിഫൻഡന്റിന്റെ മുകളിൽ സ്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. A and B are neighbors and they share the same water source which is situated on the land of A. A and B. A എന്നും B എന്നും പറഞ്ഞുള്ള രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇവർ അയൽക്കാരായിരുന്നു. ആൻഡ് A എന്നുള്ള വ്യക്തിയുടെ സ്ഥലത്തുള്ള സെയിം വാട്ടർ സോഴ്സസിൽ നിന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും വെള്ളം ഉപയോഗിക്കുന്നത്. ആൻഡ് ഇഫ് ദ വാട്ടർ എസ്കേപ്പ് and causes damage to B. And എയുടെ ലാൻഡിൽ നിന്ന് ആ വെള്ളം എസ്കേപ്പ് ചെയ്യുകയാണ് ആൻഡ് ബിക്ക് വല്ല നാശനഷ്ടവും ഈ വെള്ളം ഓവർഫ്ലോ ചെയ്തത് മൂലം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്ക് ഒരിക്കലും എന്റെ മുകളിൽ സ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും ഓൾറെഡി കൺസെന്റ് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രിക്റ്റ് ലയബിലിറ്റി അണ്ടർ ലോ ഓഫ് ടോർട്ടിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് അതുപോലെ തന്നെ ഈ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മുന്നേ, അതായത് ജനറൽ ഡിഫൻസസ് അണ്ടർ ടോർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം. So thank you for watching the video.